പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ ബിർഭൂമിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണിത് എന്നറിയപ്പെടുന്ന ഫുള്ളര ദേവീക്ഷേത്രം അട്ടഹാസ ശക്തിപീഠം എന്നും അറിയപ്പെടുന്നു. ഈശാന്യ നദിയുടെ തീരത്ത് മാതാ ആദിശക്തി അല്ലെങ്കിൽ ഫുല്ലോറ ദേവിയുടെ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് അട്ടഹാസ ഫുല്ലോറ ദേവീക്ഷേത്രം. അട്ടഹാസ എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്നാണ്. ദേവിയുടെ ചുണ്ട് വീണത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് അട്ടഹാസ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. വിവർത്തനം ചെയ്താൽ ഉച്ചത്തിലുള്ള ചിരി എന്നാണ് അർത്ഥം. താന്ത്രിക ശക്തിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. നിരവധി തന്ത്രികൾ ഇവിടെ ആചാരങ്ങളും പൂജകളും നടത്തുന്നത് കാണാം. പുരാവസ്തു തെളിവുകൾ സ്ഥിരീകരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പുരാതന ക്ഷേത്രം എപ്പോൾ നിർമ്മിച്ചതാണെന്ന് അറിയില്ല. ആദ്യത്തെ ക്ഷേത്രത്തിന്റെ കൃത്യമായ തീയതിയും ഉത്ഭവവും ഇപ്പോഴും അജ്ഞാതമാണ്. വിഗ്രഹത്തിന്റെ അരികിൽ ഒരു കാലത്ത് പ്രകൃതിദത്തമായ ഒരു കുളം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അവിടെയില്ല. ക്ഷേത്രത്തിലെ യഥാർത്ഥ മൂർത്തി ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. AD 1915 പുനഃപ്രതിഷ്ഠിച്ചു. ദേവിയുടെ ശരിയായ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല. ശിലാമൂർത്തി ഒരു ചുണ്ടിന്റെ ആകൃതിയിലുള്ളതും ഏകദേശം 15 അടി ഉയരമുള്ള ഒരു കല്ല് ശക്തിയുടെ കീഴ്ചുണ്ട് പ്രതീകപ്പെടുത്തുന്നു. ഇവിടെ ദേവിയെ പൂക്കുന്നവൾ എന്നർത്ഥം വരുന്ന മാ ഫുള്ളോറ എന്ന പേരിലാണ് ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൽ 2 മൂർത്തികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒന്ന് ഭവാനി ദേവിയുടെയും മറ്റൊന്ന് പാർവതി ദേവിയുടെയുമാണ്. ക്ഷേത്രത്തോട് ചേർന്ന് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. വർഷം മുഴുവനും തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് ദുർഗാദേവിയെ ആരാധിക്കാൻ പോകുമ്പോൾ ഹനുമാൻ 108 നീല താമരകൾ ശേഖരിക്കാൻ ഈ കുളത്തിൽ എത്തി എന്നൊരു ഐതിഹ്യ കഥയുണ്ട്. പശ്ചിമബംഗാളിലെ പ്രശസ്തമായ ശക്തിപീഠ ദർശൻ യാത്രയുടെ ഭാഗമാണ് ഈ ക്ഷേത്രം. ദേവിയോടൊപ്പം ഭൈരവ ഭഗവാനും വിശ്വേശ ഭഗവാനും ആരാധിക്കപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിന് സമീപം താമരയിൽ ഇരിക്കുന്ന മഹാദേവന്റെ ഒരു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് ആഡംബരത്തിന്റെ ഒരു രൂപഭംഗിയില്ലെങ്കിലും മാർബിളിൽ നിർമ്മിച്ച ഈ കെട്ടിടം സൗന്ദര്യാത്മകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാഴ്ചക്കാർക്ക് വളരെ ഇഷ്ടമാണ്. മൊത്തത്തിലുള്ള അന്തരീക്ഷം വളരെ ദിവ്യവും ശാന്തവുമാണ്. ഇത് ക്ഷേത്രത്തിന്റെ മതപരമായ പ്രാധാന്യത്തോടൊപ്പം പര്യവേക്ഷണം ചെയ്യാൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. മാഘപൂരിമ സമയത്ത് ഇവിടെ നടക്കുന്ന ഫുല്ലോറ മേള എന്നറിയപ്പെടുന്ന 10 ദിവസത്തെ മേളയാണിത്. ശൈത്യകാലത്തിന്റെ അവസാനത്തിൽ ലാപ്പൂരിലേക്ക് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഉത്സവമാണിത്.